ഹേയ് ഗൈസ്, മെരി ക്രിസ്മസ് ടു ഓൾ. ഇന്ന് ഞങ്ങളുള്ളത് പാറശാലയ്ക്കടുത്തുള്ള നെടുവാൻവിള ഹോളി ട്രിനിറ്റി ചർച്ചിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താന്നല്ലേ? ദേ ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. ദേ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 8 ഇതളുകളുള്ള ഒറിഗാമി വാൽനക്ഷത്രം. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടാൻ ശ്രമിക്കുന്ന ഒരു വാൽനക്ഷത്രമാണിത്. 38 അടി നീളവും 28 അടി വീതിയുമുള്ള ഈ നക്ഷത്രത്തിന്റെ ശില്പി ശ്രീരാജാണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം വെള്ള പേപ്പറിൽ 1.5 സെന്റിമീറ്റർ മാത്രം വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുത്ത 1,05,200 കുഞ്ഞൻ നക്ഷത്രങ്ങൾ വെച്ചിട്ടാണ് ഈ വലിയ നക്ഷത്രം നിർമ്മിച്ചിരിക്കുന്നത്. ദേ കണ്ടോ, കൊച്ചുകുട്ടികളും മുതിർന്നവരും ചേർന്ന് കഴിഞ്ഞ 1 മാസം കൊണ്ടാണ് ഇത്രയേറെ കുഞ്ഞൻ നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. അതിനുശേഷം വലിയ നക്ഷത്രത്തിന്റെ ഫ്രെയിം ഉണ്ടാക്കി അതിനെ ന്യൂസ് പേപ്പർ കൊണ്ടും ഒറിഗാമി പേപ്പർ കൊണ്ടും കവർ ചെയ്ത ശേഷം കുഞ്ഞൻ നക്ഷത്രങ്ങളെല്ലാം അതിൽ ഒട്ടിച്ചു പിടിപ്പിക്കുകയായിരുന്നു. മുകളിലായി തിരുപ്പിറവിയുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. അടുത്ത ആകർഷണം ഈ നക്ഷത്രത്തിനടുത്തുള്ള ഈ പുൽക്കൂടാണ്. വളരെ മനോഹരമായി നിർമ്മിച്ച ഒരു പുൽക്കൂടാണിത്. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറി കാണാൻ കഴിയും. ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച ദേ ഇങ്ങനെയാണ്. വളരെ മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ പുൽക്കൂടിനുള്ളിൽ ദേ നോക്കിയേ, എന്തു ഭംഗിയായിട്ടാണ് ഇവരിതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അതിമനോഹരമായൊരു തിരുപ്പിറവിയുടെ കാഴ്ച തന്നെയാണ് ഇതിനുള്ളിൽ അവർ ഒരുക്കിയിരിക്കുന്നത്. പാറശാല വെള്ളറട റൂട്ടിലുള്ള മലയോര മേഖലയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ വന്ന് ഈ സ്റ്റാറും പുൽക്കൂടും ഒന്നും കാണുന്നതിന് യാതൊരുവിധ ടിക്കറ്റും ഇവർ ഏർപ്പെടുത്തിയിട്ടില്ല. ആർക്കു വേണമെങ്കിലും ഇവിടെ വന്ന് ഇതൊക്കെ സന്ദർശിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ വന്നപ്പോൾ പ്രത്യേകിച്ചൊരു പാർക്കിംഗ് സ്പേസ് ഒന്നും ഞങ്ങൾ കണ്ടില്ല. പക്ഷെ അത്യാവശ്യം വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ ഈ വാൽനക്ഷത്രം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടട്ടെ എന്ന്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു സ്റ്റാർ നിർമ്മിച്ച ശ്രീരാജിന് എന്നും നന്മകൾ ഉണ്ടാകണേ എന്നും പ്രാർത്ഥിക്കാം. പുറത്തിറങ്ങുമ്പോൾ ഇതുപോലൊരു കുരിശടി കൂടെ ഉണ്ട്. അതും കണ്ട് ഞങ്ങൾ ദേ അവിടെ ഇറങ്ങുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.